നമസ്കാരം. ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഇഫ് യു ലൈക്ക് ദ വീഡിയോസ്. വി വിൽ കം അപ്പ് വിത്ത് വെരി ഗുഡ് കണ്ടൻസ് വെരി സൂൺ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ചിമ്മിനി ഡാമാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മീൻസ് തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് ഒരു 36 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ പാലിയേക്കര ടോൾ കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിയുന്ന ആമ്പല്ലൂർ റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് എത്താം. ഇന്ന് നാം പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് ചിമ്മിനി ഡാമിൻ്റെ വിശേഷങ്ങൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന റൂട്ടാണിത്. ശരിക്കും ഈ ചിമ്മിനി ഡാം കമ്മീഷൻ ചെയ്തത് 1996 ജലസേചന കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. മാത്രമല്ല ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയോട് തൊട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മൃഗങ്ങളെയും മറ്റും കാണാൻ സാധിക്കാറുണ്ട് ഈ റൂട്ടുകളിൽ. എസ്പെഷ്യലി ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് കാട്ടാനകളാണ്. അതായത് വൈൽഡ് എലഫൻറ്റ് സൈറ്റിംഗ് വളരെ ഓഫൺ ആണ് ഈ ഏരിയയിലൊക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോകണം. പിന്നെ ചിമ്മിനി ഡാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ട്രക്കിംഗ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് ആണ്. ആ ട്രക്കിംഗ് പക്ഷേ ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കാണ്. കാരണം എന്താണെങ്കിൽ ഇപ്പോൾ വേനൽക്കാലത്ത് ചൂട് കൂടുതലായതുകൊണ്ട് കാട്ടുതീ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ട്രക്കിംഗ് സാധാരണ വേനൽക്കാലത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ആവും. ഇപ്പോൾ നമ്മൾ ചെയ്യണത് മെയ് മാസം ആണ്. അപ്പോൾ മെയ് ജൂണൊക്കെ ആകുമ്പോൾ വീണ്ടും അത് സ്കൂൾ തുറക്കുന്ന സമയത്ത് ആകുമ്പോഴേക്കും വീണ്ടും അത് ഓപ്പൺ ആവും. പിന്നെ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എസ്പെഷ്യലി ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡാമിനെ കുറിച്ച് പറയാനല്ല, ഇതിലേക്ക് പോകുന്ന ഈ റൂട്ട് ഉണ്ടല്ലോ, ദിസ് ഇസ് എ വണ്ടർഫുൾ റൂട്ട് ആക്ച്വലി. നിങ്ങൾ ഈ വഴിക്ക് പറ്റുവാണെങ്കിൽ തൃശ്ശൂരോ ചാലക്കുടി അങ്ങനെയുള്ളവർക്കൊക്കെ വരാൻ വളരെ സൗകര്യമായിരിക്കും. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും പോകാവുന്നതാണ്. ഒരു വളരെ നല്ല റീഫ്രഷറായിരിക്കും. ഒരു 2 to 2.5 hours ഡ്രൈവേ ഉള്ളൂ. കാര്യമായിട്ട് ട്രാഫിക്കൊന്നും ഇല്ലാത്ത റൂട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് സന്തോഷിച്ച് മീൻസ് പല കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ളത് ഒന്ന് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ടായിരിക്കും, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. എന്തായാലും ഈ റോഡ് വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡും ഫുൾ ഗ്രീനാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിഫ്രഷിങ് ഫീലിങ്സ് ആയിരിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. എനിക്ക് ഈ റൂട്ടിനെ കുറിച്ച് അറിഞ്ഞ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൽ പോകുന്ന റൂട്ടിൽ തന്നെ നമുക്കൊരു ചെറിയ പുഴമാരിയൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കഴിക്കാനൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ. അങ്ങനെ നല്ല ഒരു അനുഭവം തരുന്നൊരു യാത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാറ്റർഡേ സൺഡേ കുറച്ച് നേരത്തേക്ക് ഈ വഴിക്ക് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.